നമസ്കാരം ഗൈസ്. ഇനിയിപ്പോ നമ്മുടെ വയറ്റുപൊങ്കാല, ശ്രീകുട്ടിയുടെ വയറ്റുപൊങ്കാല കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം വീട്ടിൽ നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ വിളിക്കാൻ പോവാണ്. വിളിക്കാൻ പോകുമ്പം അമ്മ കൂടി വരണം എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ അമ്മയും കൊണ്ട് ഞാൻ രാവിലെ ശ്രീകുട്ടിയുടെ വീട്ടിലോട്ട് പോവാണ്. പോയിട്ട് വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ചെക്കപ്പിന്. അപ്പം നമ്മുടെ ഫാമിലിയിലെ ഒരു ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിന്റെ കേസൊക്കെ. നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, നമ്മള് വൈഫിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇത് നോക്കി ഭയങ്കര എന്താ പറയാ, കാട് ഏരിയ ഉണ്ട് കേട്ടോ. നോക്കി കണ്ടോ, പാറമള്ളിയിലൊക്കെ പോകുന്ന വഴിയാണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മയിലുകളുണ്ട്, മാനുകളുണ്ട്. മാറുക നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. ഒരു ദിവസം നമുക്ക് ഇവിടെ വരുന്ന ടൈമിൽ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, നിങ്ങളെ കാണിക്കാം. ഓക്കെ, നമ്മള് പതിയെ വീട്ടിലേക്ക് പോയി. നമ്മളിപ്പോ നിൽക്കുന്ന കോലം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ടാ. ഇവിടുന്ന് ഏകദേശം വീട്ടിൽ നിന്ന് 7 കിലോമീറ്ററോളം വരുന്നുണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അതെ, ഏകദേശം എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ജൂലിപ്പട്ടി. ഇവിടെ ഏകദേശം 2 ദിവസം പ്രായമായ താമര, 2 ദിവസം വെള്ളം താമര ഉണ്ട് കേട്ടോ. ടാങ്കിലാണ് നട്ടിരിക്കുന്നത്. ഇത് നോർമൽ ആയിട്ടുള്ള താമര കേട്ടോ. ഇത് വീട്ടിലുള്ളതല്ല. ഇതിപ്പം വീട്ടില് ഇതിന്റെ വേറെ ഇനമാണുള്ളത്. നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഈ താമരയുടെ ഇതാണ്. ഈ താമരയുടെ വിത്താണ് കേട്ടോ. എന്നെ വല്ലപ്പോഴും കാണാറ് കേട്ടോ. തെറി വിളിക്കുമെന്നോ തോന്നുന്നേ. നോക്കിയേ, വീഡിയോ എടുത്ത് അതങ്ങനെ വിട്ടാല രാവിലെ എണീച്ച് കുളിച്ചിട്ടില്ല. 3 ദിവസമൊക്കെ 3 വർഷം പോലാണ് ശ്രീകുട്ടിക്ക്. വരുന്നതിന്റെ ആ സന്തോഷത്തിലാണ് കേട്ടോ. മുഖത്തെ പ്രസാദം കണ്ടോ, എന്തൊരു ചൈതന്യം കണ്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. 3-ാമത്തെ ദിവസമായിരുന്നു. ഈ പറയുന്ന കണക്ക് നമ്മളെ വീട്ടില് പ്ലാൻ ചെയ്ത് ബൊലേറോ എടുക്കാനുണ്ടായ കാരണം തന്നെ ഈ ശ്രീകുട്ടിയുടെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ടാണ്. കാര്യം ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നമുക്ക് നോർമൽ ആയിട്ടുള്ളൊരു വണ്ടിയിൽ ഇത്രയേ ഉള്ളൊരു കയറ്റൊന്നും കയറി വരക്കാൻ നടക്കത്തില്ല എന്നുള്ളതുകൊണ്ട്. ഈ നാട്ടില് റോഡിന്റെ ഇതൊക്കെ സാങ്ഷൻ ആയിട്ട് കിടക്കുവാണ്. അപ്പൊ അതിന്റെ പാറപ്പൊടി, മെറ്റല് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരു വലിയൊരു പാറയും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ നാടിന്റെ ഒരു ഇരട്ടപ്പേരാണ് കേട്ടോ, ശ്രീലങ്ക. അതിന്റെ പിന്നിൽ ഒത്തിരി കഥകളൊക്കെ ഉണ്ട്. കഥകളൊക്കെ പറയാൻ തീരത്തില്ല, പറഞ്ഞു തീരത്തില്ല. എങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങനെ വെറുപ്പിക്കുന്നേ? ആൾക്കാർക്ക് നിൽക്കുന്നുണ്ട്. വല്ലാത്ത സ്ഥലം കേട്ടോ, നല്ല രസമാണ്. ഇതൊക്കെ പറയുമ്പോഴും ശ്രീകുട്ടി ഞാൻ നോക്കുവാണ്. ഇത് പറയുന്നത് നമ്മുടെ നാട്, ആ സ്ഥലം വിട്ട്
റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ കാളയൊക്കെ ഉണ്ട്. അതിഥി തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 2 ദിവസം കൊണ്ട് അടുപ്പിച്ച് മഴ ആയതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആരിലും. അപ്പൊ നമ്മൾ കയറുന്ന അർക്കന്നൂര് പാലത്തില് കയറാൻ പോവാ. റോഡ് കയറ്റം. അതെ, നമ്മൾ നല്ല റോഡിലെത്തിയിരിക്കുക കേട്ടോ. ഇനിയിപ്പോ നോർമലാണ്, എല്ലാം സാധാരണ രീതിയിൽ എത്തിയിട്ടുണ്ട്. ആ 90 കാലഘട്ടം നമ്മള് 2025 എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മൊത്തം റബ്ബറായിരുന്നു കേട്ടോ. റബ്ബർ മാറ്റി കഴുത് നട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ ആദ്യം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ. അപ്പൊ അവിടെയും ഇതുപോലെയാണ്, റബ്ബറെല്ലാം എടുത്തു കളഞ്ഞിട്ട് കഴുത് നട്ടിട്ടുണ്ട്. ഇതൊന്നും അടുത്ത സീസണിൽ വീട്ടിൽ റബ്ബർ വെക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ നാടിന്റെ അഹങ്കാരമായ ജടായുപ്പാറ ഇവിടെ നിന്ന് കാണാൻ പറ്റും. മറ്റേ കേബിൾ കാർ തോണ്ട് കിടക്കുന്നതാണ്. അതുപോലെ കരിക്ക് കണ്ടപ്പം കരിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മള് കരിക്ക് മേടിക്കാൻ പോകും. പുള്ളിക്കാരൻ ഷോപ്പ് തുറന്നുള്ളൂ. ഏതാ ജിപേ ഉണ്ടോ? ആ ജിപേ ഉണ്ട്. കരിക്കും ഉണ്ട്. നമ്മളെ തമിഴ്നാട്ടിലെ നൊങ്കും ഉണ്ട് കേട്ടോ. പനന്തേങ്ങ ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. പുള്ളിക്ക് നമ്മളെ ജടായുപ്പാറയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ടാ പോവാറ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്. കരിക്കിടയ്ക്ക് നല്ല ആൾക്കാരും ഉണ്ടാവും. കരിക്കിന് വില വരുന്നത് 50 കേട്ടോ. വെള്ളം കൂടുതലുള്ളത് നോക്കി എടുക്കണം. കരി കുടിക്കാൻ പോവാണോ? നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ റെഡി ആയിട്ട് വേണം ഹോസ്പിറ്റലിൽ പോവാൻ. ലോക്കാണോ? ഇത് ATM കാർഡാണോ കൈ കൊടുക്കുന്നത്? ഓട്. എന്നാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോയാലോ? കമോൺ. നമ്മളിപ്പോ കടയ്ക്കൽ കിംസാറ്റ് ഹോസ്പിറ്റലിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. വളരെ മോശം വഴിയാണ്. ഇപ്പൊ കുറെ കാലമായി ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു കുഞ്ഞു പാലമുണ്ട്, കലിങ്ക് പോലൊരു സെറ്റപ്പ്. അപ്പൊ അവിടെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ വേറെ കുമ്മിൾ റോഡ് വഴിയൊക്കെയാണ് കയറി വന്നേക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ ഞാൻ ആ വഴി കാണിച്ചു തരാം. കിംസാറ്റില് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ കാണും കിംസാറ്റിൽ വരുന്നത്. അതെ, ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. പുതിയ ഹോസ്പിറ്റലാണ് കേട്ടോ. ഏകദേശം 2-3 വർഷം അടുപ്പിച്ച് പോകുന്നേ ഉള്ളൂ ഇവിടെ ഓപ്പൺ ആയിട്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. 3 ഒന്നുമല്ല.
ഇവിടെ തെറ്റിയുടെ കാര്യം പറയുക കേട്ടോ. ആ ഇറങ്ങി 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 ഇറങ്ങി. ഈ മറ്റേ തെറ്റി നമ്മളെ കിട്ടിയില്ലല്ലോ. ഇല്ല, നമുക്ക് അവരോട് ചോദിക്കാം. ചോദിക്കും തരും. പോ പോട്. വേഗം വരണേ. വേഗം വരാം വേഗം വരാം. ഞാൻ വണ്ടി എന്തായാലും താഴെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് മേലോട്ട് കയറി വരാം. എന്തുവാ? കാർഡിൽ ഫയൽ ഉണ്ടായിരുന്നോ? നോക്കാം നോക്കാം. പൊക്കോ പൊക്കോ. ടോക്കൺ നമ്പർ കിട്ടി. നമുക്ക് 12ാമത്തെ ടോക്കണാണ്. പിന്നെ ശ്രീകുട്ടി പറയും, എങ്ങനെ ക്ഷീണമുണ്ടോ? ഉറക്കം വരുന്നു, തലവേദനയുണ്ട്, ഉറക്കം വരുന്നുണ്ട്. പിന്നെ പിന്നെ നടുവേദന ഉണ്ട് കേട്ടോ. പിന്നെ പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്? ടോക്കൺ നമ്പർ 7 തന്നെ ഇരിക്കുക കേട്ടോ. കാര്യം ചെക്കപ്പിന് വരുമ്പോൾ ഏകദേശം മിനിമം നമുക്കൊരു പേഷ്യൻ്റ് കയറിക്കഴിഞ്ഞാലും ഒരു 10-20 മിനിറ്റ് നമുക്ക് പോയി കിട്ടും. 12ാമത്തെ ടോക്കൺ ആണെങ്കിൽ പോലും നമുക്ക് ഒരു 7 വരെ കഴിയുമ്പോൾ നമുക്ക് കയറാം. ഡെയിലി വെള്ളം കുടിക്കണം, 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയാം. പക്ഷേ വെള്ളം കുടി എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ. വെള്ളം കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടുക എന്നുള്ളതല്ലാതെ വെള്ളം കുടിയില്ല. വാട്ടർ ബോട്ടിൽ പോലും കൊണ്ടുവന്നു. അതെ. മെഡിസിൻ മേടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ മെഡിസിൻ മേടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ടോക്കൺ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്കാനിങ്ങിനുള്ള ഡേറ്റ് എടുത്തിട്ട് അടുത്ത മാസം 24-ാം തീയതിയാണ് സ്കാനിങ്ങിന് ഡേറ്റ് എടുത്തിരിക്കുന്നത്. ഈ കൊട്ട വെയിലത്ത് എന്നെ നിർത്തിയിട്ട് ഏട്ടൻ വണ്ടി എടുക്കാൻ പോയേക്കുന്ന മനസാക്ഷി തീരെയില്ല. ഇനി വെയിറ്റ് ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യാനാ? എന്നെ വെയിലത്ത് നിർത്തിയിട്ട് പോയതും പോരാ. പോകാം. ഇതുവഴി ബസ്സൊക്കെ ഉണ്ടോ? നമ്മള് പോകുന്ന ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ ഇപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു പാലം, ഒരു കലിങ്ക് പോലെ ആക്കി റോഡ് ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. അപ്പൊ ഈ ബസ് ഏത് വഴി പോകും? ബസ് നമ്മൾ വന്ന വഴിയായിരിക്കും ബസ് പോകും. നോക്കാം. അപ്പൊ നമ്മള് കടയ്ക്കൽ നിന്ന് നിലമേലോട്ട് വന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു പ്ലെയിൻ ചാർജർ, കാര്യം സെക്യൂരിറ്റി ഫ്ലേവേഴ്സ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്ലെയിൻ ചാർജർ 2 എണ്ണം
അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്സ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയപ്പോൾ അന്ന് ഉച്ചയായിട്ടും വിശക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ഷാർജ കൂടിയൊക്കെ കഴിഞ്ഞു വീട്ടിലോട്ട് പോകാട്ടോ.